അപ്പുറത്തെല്ലാം പോയിനെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഈ ഒരു വീഡിയോ എൻ്റെ ഒരു ഇഷ്ടത്തിന്, അതായത് വീഡിയോസ് എടുക്കാനുള്ള അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനുള്ള എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കതിൽ സ്കില്ലുണ്ട് എന്നുള്ളത് എനിക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോൾ പിന്നെ അതങ്ങ് ഒരു വ്ളോഗ് പോലെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇതിലിപ്പോൾ ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ചത് നമ്മൾ വൈകുന്നേരം നടക്കാൻ പോയതാണ് കേട്ടോ. അത് ആദ്യം തന്നെ വെക്കാൻ കാരണം ഞാൻ ഫസ്റ്റായിട്ട് ഒരു ക്ലിപ്പ് എടുത്തത് കിച്ചണിൽ മോന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ടൈമിലായിപ്പോയി. അതായത് മോർണിംഗിൽ എഴുന്നേറ്റ സമയത്തുള്ളതോ അതല്ലെങ്കിൽ രാവിലത്തെ കോഫി ടൈമോ ഒന്നും എടുത്തില്ല. കാരണം ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വ്ളോഗ്സ് ചെയ്യാറുണ്ടായിരുന്നു. എന്നെ കാണിച്ചുകൊണ്ടല്ല, ഇതേപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ട്. ഞാൻ വ്ളോഗ്സ് അന്ന് എടുത്തതും പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ക്യാമറ കൊണ്ടുള്ള പരിപാടികൾ നല്ല ഇഷ്ടമാണ്. നല്ല കാര്യങ്ങൾ എന്ത് കണ്ടാലും ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇഷ്ടമാണ്. അപ്പോൾ പഴയ വീഡിയോസ് എൻ്റെ മക്കൾ ഇപ്പോഴും ഞാൻ ഹൈഡ് ചെയ്തിട്ടാണുള്ളത്. പഴയ വീഡിയോസൊക്കെയും ഹൈഡ് ചെയ്തിട്ടാണുള്ളത്. അത് എൻ്റെ മക്കൾ എടുത്ത് നോക്കാറുണ്ട്, അവർക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അവരെടുത്ത് എടുത്ത് നോക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, ഉമ്മിക്ക് ഇപ്പോൾ വീഡിയോ എടുത്തൂടെ എന്നുള്ളത്. അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നതാണ്. പക്ഷേ ഞാൻ പലതരം അവസ്ഥകളിലൂടെ കടന്നു പോവായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ റിക്കവറായി വരുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് വീണ്ടും ക്യാമറ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അൽഹംദുലില്ലാ. ഇന്നിപ്പോ മതി, ബിക്കോസ് ഇന്ന് 3 മിനിറ്റ് അല്ല ഉള്ളതുകൊണ്ടാണ്. 57. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പക്ഷേ എനിക്കിത് പോസ്റ്റ് ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ മോർണിംഗിൽ എത്രയോ സമയം ഞാനും മോനും സംസാരിക്കുന്നുണ്ട്. അതായത് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫജ്റിനനുസരിച്ചിട്ടാണ്, മോർണിംഗ് പ്രയറിനനുസരിച്ചിട്ടാണ് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത്. ചിലപ്പോൾ അതിന് മുൻപ്, ചിലപ്പോൾ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ സമയം തന്നെയാണ്, പ്രാർത്ഥനയും എൻ്റെ കാര്യങ്ങളുമായിട്ടുള്ളൊരു സമയമാണ്. പിന്നെയാണ് മോൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് തവണ ഞാൻ കിച്ചണിൽ പോകുന്നതും അതായത് ഓരോരുത്തർക്കായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആദ്യം മോനെ സ്കൂളിലേക്ക് അയക്കും, ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റായതിന് ശേഷം ആ സമയത്ത് ഹസ്ബൻഡോ രണ്ടാമത്തെ ആളോ ഒരുമിച്ചുണ്ടാവില്ല. കാരണം പ്രെയർ കഴിഞ്ഞിട്ട് മോർണിംഗിൽ ഹസ്ബൻഡ് പിന്നെ കുറച്ച് ഉറങ്ങും, ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഉറങ്ങും. ചെറിയ ആളും ഉറങ്ങുന്നുണ്ടാവും. അപ്പം മോർണിംഗിലുള്ള ഈ സമയം എന്ന് പറയുന്നത് എൻ്റെയും മൂത്ത ആളുടെയും 1-on-1 ടൈമാണ്. ആ സമയത്താണ് നമ്മൾ കുറേ കഥ പറയുന്നത്, ഒരുപാട് സംസാരിക്കും. ചില സമയത്ത് ഹസ്ബൻഡ് വിളിച്ച് പറയും ഒന്ന് മിണ്ടാതിരിക്കുമോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇത്രയും സൗണ്ടിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മ വരിക. ഈ ഒരു മോർണിംഗ് ടൈം തന്നെയാണ് മോനുമായിട്ടുള്ളൊരു ബോണ്ടിങ് ടൈം എന്ന് പറയുന്നത്. മറ്റുള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവുമല്ലോ, ഈ ഒരു സമയമാണ് 1-on-1 ആയിട്ട് കിട്ടുന്നത്. ചെറിയൊരു മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസം കൊണ്ടാണ് മോർണിംഗ് പീസ്ഫുള്ളാക്കാൻ പറ്റുന്നത് കേട്ടോ. ഒരിക്കൽ പോലും മോനെ സങ്കടപ്പെടുത്തി സ്കൂളിലേക്ക് അയക്കാറില്ല, വഴക്ക് കൂടിയിട്ട് സ്കൂളിലേക്ക് അയക്കാറില്ല. എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് വയ്യേ സ്കൂൾ ലീവാക്കിയാലും എന്തെങ്കിലും പ്രശ്നം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നത്തിലാക്കിക്കൊണ്ട് ഞാൻ സ്കൂളിലേക്ക് അയക്കാറേ ഇല്ല. പീസ്ഫുള്ളായിട്ട് മാത്രമേ സ്കൂളിലേക്ക് അയക്കാറുള്ളൂ. അൽഹംദുലില്ലാ. മോൻ പോയ ഉടനെ പിന്നെ വർക്ക് ടൈമാണ്, കുറച്ച് സമയം വർക്ക് ചെയ്യും. ഒരു 30 minutes to 1 hour ആ സമയത്ത് വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. മോൻ പോകുന്നത് 7 o'clock 8 o'clock വരെയാണ് ഫ്രീ ടൈം വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ വർക്ക് ചെയ്യും. അത് ഇഷ്ടമുള്ളൊരു ടൈമാണ് കേട്ടോ. ആ സമയത്ത് കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക, ഒരുപാട് ഹെവി ആയിട്ടുള്ളതല്ല. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒരു 8 മണി സമയം. ചിലപ്പോൾ നേരത്തെയും കഴിക്കാറുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. പക്ഷേ മോർണിംഗിൽ ഇതൊക്കെ ഒരുമിച്ചങ്ങ് തീരും. 9 മണിയാകുമ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചങ്ങ് തീരും. ഇതിലിപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് നേരെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അതായത് എനിക്കും ഹസ്ബൻഡിനും ഫ്രീ ആയിട്ടൊരു ടൈം കിട്ടുന്നത് ഈ മോർണിംഗിലാണ്. വേറെ ഇടങ്ങാറൊന്നും ഇല്ലാതെ. ഇടങ്ങാറ് മീൻസ് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ ഒരു സംസാരമൊന്നും ഇല്ലാതെ നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഈ മോർണിംഗിൽ മാത്രമാണ്. പിന്നെ ആൾ ഭക്ഷണമൊക്കെ കഴിച്ച ആളങ്ങ് പോവും. അത് കഴിഞ്ഞാലാണ് രണ്ടാമത്തെ ആളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളുണ്ടെങ്കിൽ പിന്നെ നേരെ മോനെ എഴുന്നേൽപ്പിച്ച് ആൾ ഒറ്റയ്ക്ക് തന്നെ റെഡി ആയിക്കോളും. സ്കൂളിന് വേണ്ട കാര്യങ്ങൾ ആൾ തന്നെ സെറ്റ് ആയിക്കോളും. ഇപ്പോൾ വെക്കേഷനാണല്ലോ.
ഒരാൾ ഓൺലൈനും മറ്റേ ആൾ ഓഫ്ലൈനും ആണ്. അപ്പോൾ രണ്ടാമത്തെ ആളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആൾ ഏതെങ്കിലും സമയത്ത് എഴുന്നേറ്റാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ കോഫിയിലേക്ക് കിടക്കുകയാണ്. ചിലപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ കോഫിയുടെ ടൈമാണ്, ചിലപ്പോൾ ഇത് ആദ്യത്തെ കോഫീൻ്റെ ടൈമായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് കോഫി ഉണ്ടാക്കുക കുടിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കുറച്ച് കോഫി ഉണ്ടാക്കുക എന്നുള്ളത്. മോർണിംഗിൽ കോഫിയൊന്നും കുടിക്കാത്തത് കൊണ്ടാണ് ഇതിലൊരു ഫുൾ കപ്പ് ഓഫ് കോഫി നിങ്ങൾ കണ്ടത് കേട്ടോ. നമ്മുടെ വർക്കിംഗ് ടൈമിൽ ഒരു ഫോക്കസൊക്കെ കിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഓഫീസിലാണെങ്കിലും സെയിം അവസ്ഥ തന്നെ ആയിരിക്കും. എന്തായാലും കോഫി എന്ന് പറഞ്ഞാൽ വർക്കാണ്. കോഫി എന്ന് പറഞ്ഞാൽ വർക്ക് മാത്രമല്ല കേട്ടോ. കോഫി എന്ന് പറഞ്ഞാൽ ജേർണലിംഗ് ആണ്. കോഫി എന്ന് പറഞ്ഞാൽ യാത്രയാണ്, എല്ലാമാണ്. എല്ലായിടത്തും ഉണ്ടാവും ഈ ഒരു കോഫി. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു ടൈമിലെടുക്കുന്ന കോഫി പിന്നെ വർക്കിനുള്ള സമയമായി എന്ന് എൻ്റെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു സിഗ്നലും കൂടിയാണ്. ഫാബൈൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ നമ്മളൊരിടത്ത് വർക്ക് ചെയ്യുന്ന പോലെയല്ല, നമ്മളൊരു കമ്പനിയുടെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കോച്ചിങ് ക്ലാസ് അത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് അതൊരു കോച്ചിങ് ക്ലാസ് മാത്രമാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗിൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെറിയൊരു നാപ്പ് എടുത്തു. അങ്ങനെ എടുക്കാറുണ്ട്, കാരണം നമ്മുടെ ബ്രെയിൻ ടയേർഡാവും, ശരിക്കും അങ്ങ് ടയേർഡാവും. അങ്ങനെ ഒരു നാപ്പൊക്കെ എടുത്ത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മോന് സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ചെയ്തോ, വീഡിയോ എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഡ്രസ്സ് ആറിയിടുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഈവനിങ് 3:30 to 4:30 കുട്ടികളുടെ മദ്രസിൻ്റെ ടൈമാണ്. ആ സമയത്ത് എൻ്റെ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയമാണ്. റമദാനിൽ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയ ഒരു കാര്യമാണ് എല്ലാ സമയത്തും മൊബൈൽ എടുക്കുന്നതിന് പകരം മടിയില്ലാതെ ഖുർആൻ എടുക്കുക, പാരായണം ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കാണെങ്കിലും സ്പിരിച്വലി ഗ്രോ ആവണം എന്നുണ്ടെങ്കിൽ, ദൈവത്തോട് അടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാലോ എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾക്കറിയുന്ന ആ ഒരു കാര്യം ഫോളോ ചെയ്യുക, മനസ്സറിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കലായിരിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ രീതി എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, മനസ്സറിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഹീലിംഗ് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ഹീലിംഗ് ആണ്, പ്രാർത്ഥിക്കുന്നവർക്ക്, വിശ്വാസികൾക്ക്. പിന്നെ ഈ അടുത്തായിട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യമാണ് ദിക്ർ വാക്ക്. അതായത് നമ്മൾ സാധാരണ നടക്കാൻ പോകുമല്ലോ, മോർണിംഗിലോ ഈവനിങ്ങിലോ ഒക്കെ നടക്കാൻ പോകുന്നത് ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യാം, അത് ദൈവത്തിന് ഓർക്കാനുള്ളൊരു സമയമാക്കിയിട്ട് മാറ്റാം. ആ സമയത്ത് കാണുന്ന കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ചോദിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ സമയത്ത് ദൈവമായിട്ട് എന്താണ് സംസാരിക്കാനുള്ളത്, അതിനുള്ളൊരു ടൈമാക്കി മാറ്റുക എന്നുള്ളത്. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നടത്തം മതിയാക്കാനും തോന്നില്ല. ആ ഒരു നടത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. കാരണം മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഈ വൈകുന്നേരത്തിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. മോൻ പറഞ്ഞ സമയത്താണ്, പുറത്തുള്ള സമയത്ത് ചെറിയൊരു ക്ലിപ്പ് എടുക്കുന്നത്. വേറൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഓർമ്മയില്ല. മോൻ പറയുമ്പോൾ മാത്രമാണ് ഓർമ്മ വരുന്നത്. ഈ ഒരു ദിവസം ഇത് പൂർണ്ണതയില്ലാത്ത ക്ലിപ്സാണ് ഉള്ളത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതെനിക്കുള്ളൊരു ഗിഫ്റ്റായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എത്രയോ കാഴ്ചകൾ ദിവസവും കാണുന്നു, അല്ലെങ്കിൽ എത്രയോ കാര്യങ്ങൾ ദിവസവും ചെയ്യുന്നു. ഇതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഞാനൊരു വ്ളോഗർ ആവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഫാബുലസ് ഫാമിലിയിലേക്ക് മറ്റുള്ള വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാം എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.